Hi everyone, this is Abin from Everything You Want to Know About Apple. അങ്ങനെ നമ്മുടെ iOS 15.5ൻ്റെ പബ്ലിക് ബീറ്റ 1 ഇപ്പോൾ റിലീസ് ആയിട്ടുണ്ട്. അത് ഏകദേശം വന്നിരിക്കുന്നത് 4.82 GB ഐഫോൺ 7 പ്ലസിൽ. അത് പല ഡിവൈസിലും പലതായിരിക്കും. അതോടൊപ്പം തന്നെ ആപ്പിൾ iPadOS 15.5 ബീറ്റ 1 റിലീസ് ചെയ്യുന്നുണ്ട്, WatchOS 8.6 ബീറ്റ 1 റിലീസ് ചെയ്യുന്നുണ്ട്, tvOS 15.5 ബീറ്റ 1 റിലീസ് ചെയ്തിട്ടുണ്ട്, HomePodOS 15.5 ബീറ്റ 1 റിലീസ് ചെയ്തിട്ടുണ്ട്, macOS 12.4 ബീറ്റ 1 റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ മുമ്പ് നിങ്ങളെ എല്ലാവരും ഞാൻ നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ഇങ്ങനത്തെ പുതിയ അപ്ഡേഷൻസും അതേപോലെ ലീക്സും റൂമേഴ്സും നിങ്ങളുടെ ഡൗട്ട്സും എല്ലാം ക്ലിയർ ചെയ്യാൻ നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്താൽ മതി. അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അല്ലെങ്കിൽ ഈ ഒരു QR കോഡ് നിങ്ങൾ സ്കാൻ ചെയ്താൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്കൊരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ട് ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. അതോടൊപ്പം ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, അതേപോലെ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ നോട്ടിഫിക്കേഷനും എനേബിൾ ചെയ്തിടുക. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ നമ്മുടെ ബിൽ നമ്പറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതിന് നമ്മൾ നേരെ സെറ്റിങ്സിലേക്ക് പോവുക. അവിടെ നിന്ന് നേരെ താഴത്തേക്ക് പോയി ജനറൽ എടുത്ത് അവിടെ നിന്ന് എബൌട്ട് ടാപ്പ് ചെയ്ത് സോഫ്റ്റ്വെയർ വേർഷൻ നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ ഇപ്പം നമുക്കിവിടെ കാണാൻ പറ്റും 19F5047E എന്ന്. അപ്പോൾ ഈ ഒരു അപ്ഡേഷൻ എന്തായാലും നമ്മൾ WWDC ജൂണിൽ വരുന്നവരെ ഒഫീഷ്യലി ഇറക്കാൻ വേണ്ടി അവർ ഡ്രാഗ് ചെയ്യും. അപ്പോൾ എന്തായാലും ഒരു 4-5 ബീറ്റാസ് നമുക്ക് ഇതിൽ എന്തായാലും വരുന്നതാണ്. അടുത്ത അപ്ഡേഷൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു 15.5ൽ നമുക്ക് പുതിയ മോഡേൺ ഫേംവെയർ വരുന്നുണ്ട്. ഐഫോൺ 13 സീരീസിലാണ് ആ ഒരു മോഡേൺ ഫേംവെയറിൻ്റെ അപ്ഡേഷൻ നമുക്ക് വരുന്നത്. ഈ ഒരു 15.5ലെ മേജർ അപ്ഡേറ്റ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ മെസ്സേജിങ് ആപ്പിൽ നമുക്ക് ഇതുവരെ ലഭിച്ചുകൊണ്ടിരുന്നത് ആപ്പിൾ പേ എന്നായിരുന്നു. ഈ ഒരു എൻ്റെ ഇടതുവശത്തിരിക്കുന്ന ഫോൺ 15.4.1 എന്ന് പറഞ്ഞ അപ്ഡേഷനാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇതിൽ ആപ്പിൾ പേ എന്നാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ 15.5 ബീറ്റ 1 ആണ് എൻ്റെ വലതുകൈയിലിരിക്കുന്നത്. അതിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. അതിൽ ആപ്പിൾ ക്യാഷ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ചെറിയ ചേഞ്ചും അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അടുത്ത വന്നിരിക്കുന്ന ചേഞ്ച് നമ്മുടെ ആപ്പിൾ മ്യൂസിക്കിലാണ്. ആപ്പിൾ മ്യൂസിക്കിലാണോ എന്ന് ചോദിച്ചാൽ കറക്റ്റായിട്ട് ആപ്പിൾ മ്യൂസിക്കിലല്ല. പക്ഷേ ആപ്പിൾ കുറച്ച് നാളായി ഒരു ക്ലാസിക്കൽ മ്യൂസിക്കിൻ്റെ ആപ്ലിക്കേഷൻ്റെ പുറകിലാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ആ ഒരു കാര്യം ഈ ഒരു 15.5ൽ എന്തായാലും നമുക്ക് കിട്ടും എന്ന് പ്രതീക്ഷിക്കാം. കാരണം ഈ ഒരു 15.5ൽ ആപ്പിൾ ക്ലാസിക് എന്ന് പറഞ്ഞാൽ ഡെഡിക്കേറ്റഡ് ആയ ഒരു ആപ്പ് നമുക്ക് വരാൻ ചാൻസ് ഉണ്ട്. അടുത്ത മാറ്റം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ iTunes പാസ് നമുക്ക് നേരെ ഇപ്പോൾ വാലറ്റിലേക്ക് അവൈലബിൾ ആവും. കാരണം iTunes പാസ് എന്ന് പറയുന്നത് നമ്മുടെ ആപ്പ് സ്റ്റോറിൽ കയറി നമ്മുടെ ആപ്പിൾ ID ടാപ്പ് ചെയ്ത് നമ്മുടെ അക്കൗണ്ടിലേക്ക് നമുക്ക് ക്യാഷ് ഇടാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് ആപ്പിൾ അക്കൗണ്ടിലേക്ക് ക്യാഷ് ഇടാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ. ആ അക്കൗണ്ടിൽ ക്യാഷ് ഉണ്ടെങ്കിൽ നമ്മുടെ ആപ്പ് സ്റ്റോറിലൂടെ പർച്ചേസ് ചെയ്യുകയും അതേപോലെ തന്നെ iTunes ആപ്പിൾ സംബന്ധമായ എന്ത് പർച്ചേസിനും നമ്മുടെ ആപ്പിൾ അക്കൗണ്ടിൽ നമുക്ക് ക്യാഷ് എടുക്കാം. പക്ഷേ ആ ഒരു കാര്യം നമുക്ക് കാണാൻ പറ്റുന്നത് ഇങ്ങനെ നമ്മുടെ ആപ്പ് സ്റ്റോറിൽ കയറി അക്കൗണ്ടിൽ കയറിയൊക്കെ ക്യാഷ് നോക്കണമെന്ന്. പക്ഷേ 15.5ൽ അടുത്ത വരുന്ന കോഡിൽ നമുക്ക് നമ്മുടെ വാലറ്റ് ആപ്പിൽ കൂടെ തന്നെ നമ്മുടെ ആ ഒരു ഓപ്ഷൻ വരികയായിരിക്കും. അപ്പോൾ നമുക്ക് വാലറ്റ് ആപ്പിൽ നമുക്ക് ആപ്പിൾ പേ മാത്രമാണുള്ളത്. പക്ഷേ 15.5 ഒഫീഷ്യലി നമുക്ക് റിലീസ് ആകുമ്പോൾ നമുക്ക് iTunes പാസ് നമ്മുടെ ആപ്പിളിൻ്റെ വാലറ്റ് ആപ്പിലേക്ക് വരുമെന്ന് കേൾക്കുന്നുണ്ട്. അടുത്ത വന്ന ചേഞ്ച് നമ്മുടെ ആപ്പിൾ വാച്ചിൻ്റെ ആപ്പിലാണ്. അത് എന്തെന്ന് വെച്ച് നമ്മുടെ ആപ്പിൾ വാച്ചിൻ്റെ ആപ്ലിക്കേഷനിലേക്ക് പോവുക. അവിടുന്ന് ആക്സസിബിലിറ്റി എന്ന ഓപ്ഷൻ ടാപ്പ് ചെയ്ത് വോയിസ് ഓവർ നമ്മൾ എടുക്കുക. അതിൻ്റെ താഴത്തേക്ക് പോകുമ്പോൾ നമുക്കിവിടെ ഹാൻഡ് ഗസ്റ്റേഴ്സ് എന്ന ഓപ്ഷൻ ഉണ്ടാവും. അവിടെ നമുക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ടാപ്പ് ചെയ്യുമ്പോൾ ഇത്ര മാത്രമായിട്ടുള്ള ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. പക്ഷേ 15.5ൽ നമുക്ക് മാജിക് ടാപ്പ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ഈ ഒരു ഡിവൈസ് 15.4.1 ആയതുകൊണ്ടാണ് ആ ഒരു ഓപ്ഷൻ കാണാത്തത്. അടുത്തൊരു കാര്യം നമ്മുടെ iOS 15.4.1ഉം macOS 12.3ൻ്റെയും ഒഫീഷ്യൽ അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ ഒഫീഷ്യൽ OS റൺ ചെയ്യുന്ന ഡിവൈസുകൾക്ക് മാത്രമാണ് യൂണിവേഴ്സൽ കൺട്രോൾ ഇപ്പോൾ ഉള്ളൂ. നമ്മുടെ ഐഫോണോ അതേപോലെ മാക്കോ ഏതെങ്കിലും ബീറ്റ ടെസ്റ്റ് പ്രൊഫൈൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് യൂണിവേഴ്സൽ കൺട്രോൾ ഉപയോഗിക്കാൻ പറ്റുന്നതല്ല. അടുത്തതാണ് നമ്മുടെ പെർഫോമൻസിൻ്റെ കാര്യം. പെർഫോമൻസിൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് വലിയ പെർഫോമൻസിൻ്റെ കാര്യമൊന്നും തോന്നുന്നില്ല.
15.4.1 അതേ സെയിം പെർഫോമൻസ് തന്നെയാണ് എനിക്ക് ഈ 15.5 ബീറ്റ 1 തോന്നുന്നത്. വലുതായിട്ടൊരു ചേഞ്ചോ കാര്യങ്ങളോ ഒന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഗീക്ക് ബെഞ്ച് സ്കോറിൻ്റെ റിസൾട്ട് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഗീക്ക് ബെഞ്ച് സ്കോറിൻ്റെ റിസൾട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ സിംഗിൾ സ്കോർ നമുക്ക് വരുന്നത് ഏകദേശം 771 ആണ്. പക്ഷേ മൾട്ടി കോർ എന്ന് പറയുമ്പോൾ 1411 ആണ് നമുക്ക് ഈ ഒരു iPhone 7 Plusൽ വരുന്ന പെർഫോമൻസിൻ്റെ ആ ഒരു ഗീക്ക് ബെഞ്ച് സ്കോർ. ഞാൻ നേരത്തെ പറഞ്ഞ എനിക്ക് ഇതിൽ വലിയ പെർഫോമൻസിൻ്റെ ചേഞ്ച് ഒന്നും ഫീൽ ചെയ്തില്ല. പക്ഷേ പെർഫോമൻസ് സ്മൂത്തായെന്ന് വെച്ചാൽ സ്മൂത്തായി എന്നും പറയാൻ പറ്റില്ല. പക്ഷേ ബാറ്ററിയുടെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഈ ഒരു OS അപ്ഡേറ്റ് ചെയ്തിട്ടും ബാറ്ററിക്ക് അത്രയും വലിയ പ്രശ്നമൊന്നും തോന്നുന്നില്ല. ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു ദിവസമായിട്ടുള്ളൂ. നിങ്ങൾ ഈ ഒരു അപ്ഡേഷൻ ചെയ്താലും എന്തായാലും ഒരു 3-4 ദിവസം ഉപയോഗിച്ചാലാണ് ആ ഒരു OS നമ്മുടെ ബാറ്ററി ജ്യൂസ് എന്തോരം കൺസ്യൂം ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ എൻ്റെ ബാറ്ററി ഹെൽത്ത് എന്ന് പറഞ്ഞാൽ നേരത്തെ ഉണ്ടായ പോലെ തന്നെ 83ലാണ് ഇപ്പോഴും എൻ്റെ ബാറ്ററി ഹെൽത്ത് നിൽക്കുന്നത്. നമ്മുടെ അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ iOS 15.5ൻ്റെ ബീറ്റ 2 നമുക്ക് എന്നാണ് റിലീസ് ആവുന്നതെന്ന് വെച്ചാൽ എന്തായാലും ആപ്പിൾ iOS 15.5 എന്ന ആ ഒരു വെർഷൻ ഒഫീഷ്യലി റിലീസ് ചെയ്യുന്നത് നമ്മുടെ ജൂണിൽ വരുന്ന WWDC 2022ൻ്റെ ആ ഒരു ഇവൻറ്റിന് ശേഷമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ അടുത്ത ബേറ്റ അടുത്ത വീക്കിലായിരിക്കില്ല, മിക്കവാറും അത് കഴിഞ്ഞിട്ടുള്ള വീക്ക്, അതായത് 17 to 23 ആ ഒരു ടൈം റേഞ്ചിലായിരിക്കും ബേറ്റ 2 നമുക്ക് റിലീസ് ആവാനുള്ള ചാൻസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആപ്പിൾ WWDC 22ൻ്റെ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ജൂൺ 6 മുതൽ 10 വരെയാണ് ആ ഒരു ഇവൻറ്റ് നടക്കുന്നത്. ആ ഒരു ഇവൻറ്റിൻ്റെ ഫുൾ ഫ്ലെഡ്ജ് ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഈ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ആ ഒരു വീഡിയോ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ iOS 15.5ൻ്റെ പുതിയ വിശേഷങ്ങൾ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുൾ ആണെന്ന് കരുതുന്നു. ഹെൽപ്ഫുൾ ആയാലും ഇഷ്ടപ്പെട്ടാലും ഇപ്പോൾ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്തിടുക. ആൻഡ് നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ ഇപ്പോഴും ജോയിൻ ചെയ്തില്ലെങ്കിൽ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക് ആ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ളത്. ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്ത് ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ട് മാറുക. അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്കും ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതേപോലെ ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്താലും നിങ്ങൾക്ക് ആപ്പിൾ മെമ്പറായിട്ട് ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നീട് നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് പേഴ്സണൽ ഡൗട്ടോ കാര്യങ്ങളോ ചോദിക്കുകയാണെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ID ഞാൻ തൊട്ട് താഴത്ത് കൊടുത്തേക്കാം. ഗോ ഫോളോ മീ ഇൻ Instagram too. And thank you so much for watching this whole video. This is your Abin, Xavier, signing from everything you want to know about Apple.